വലിയ പിതാവിന് വിട. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ കാലം ചെയ്തു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 84-കാരനായ അദ്ദേഹം കുറച്ചുനാളുകളായി ചികിത്സയിലായിരുന്നു. ജീവിത വഴിയുടെ ഓരോ നിമിഷത്തിലും കെടാത്ത പ്രാർത്ഥനാ ചൈതന്യം മുറുകെ പിടിച്ചിരുന്ന ആത്മീയാചാര്യന്റെ അന്ത്യനിമിഷങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ വിശുദ്ധീകരിക്കപ്പെട്ടു. ചുറ്റുമുള്ളതിനോടെല്ലാം ആഴമേറിയ നന്മയും കാരുണ്യവും കാത്തുസൂക്ഷിച്ച ആ ജീവിതാന്ത്യവും ആഗ്രഹം പോലെ മഹത്വീകരിക്കപ്പെട്ടു. കടുത്ത വേദനയുടെ സഹനമുള്ള വിശ്രമ ജീവിതത്തിനിടയിലും എല്ലാ ദിവസവുമുള്ള കുർബാന ഒരിക്കലും മുടക്കില്ല എന്നത് പിതാവിന് നിർബന്ധമായിരുന്നു. കൊച്ചിയിലെ അതിരൂപത ആസ്ഥാനത്തെ ചെറിയ ചാപ്പലിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കുർബാന അർപ്പിക്കുന്നതിനിടെ അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു. ഓടിയെത്തിയ വിശ്വാസികളും സഹായികളും ചേർന്ന് ഒട്ടും വൈകാതെ ലിസി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു. ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയ വിശ്വാസികളുടെ പ്രതീക്ഷയോടെയുള്ള പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല. വൈകിട്ട് 3-ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ തിരുമേനി, സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായ തിരുമേനി ഇന്ന് കൃത്യം ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കാലം ചെയ്തു. വിശ്വാസികൾക്കായി അല്പനേരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മാർപ്പാപ്പയെ സന്ദർശിക്കാനായി വത്തിക്കാനിൽ പോയ മറ്റ് ബിഷപ്പുമാർ തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഖബറടക്കം. മെത്രാൻമാരുടെ സിനഡ് ചേർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കും വരെ കൂരിയ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനായിരിക്കും സിറോ മലബാർ സഭയുടെ ഭരണ ചുമതല. മനോരമ ന്യൂസ്.